Okay, good afternoon all. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രോബബിലിറ്റിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിലടുത്തത് വരുന്നതാണ് ഈവൻ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. An event is a subset of the sample space of a random experiment. ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിലെ സാമ്പിൾ സ്പേസിലെ സബ്സെറ്റാണെന്ത് ഈവൻ്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിലെ സാമ്പിൾ സ്പേസിൻ്റെ സബ്സെറ്റാണെന്ത് ഈവൻ്റ് എന്ന് പറയുന്നത്. സാമ്പിൾ സ്പേസ് എന്താണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. വെൻ 2 coins are tossed, getting 2 heads is an event. 2 കോയിനുകൾ ടോസ് ചെയ്തു. ഗെറ്റിംഗ് 2 heads, അതിൽ ഓരോ കോയിനും ഓരോ ഹെഡുകൾ വീതം, അതായത് 2 ഹെഡുകൾ കിട്ടുന്നത് എന്താണ്, ഒരു ഈവൻ്റാണ്. ഇനി പറയുന്നത് ആൻ ഈവൻറ്റ് മേ ബി സിമ്പിൾ ഓർ കോമ്പൗണ്ട്. ഈവൻ്റ് സിമ്പിളുണ്ട്, അതുപോലെ തന്നെ കോമ്പൗണ്ട് ഈവൻ്റ് ഉണ്ട്. എന്താണ് സിമ്പിൾ ഈവൻ്റ്? An event is said to be simple if it corresponds to a single elementary outcome of an experiment. ഒരു റാൻഡം എക്സ്പെരിമെൻ്റ് നടത്തുന്ന സമയത്ത് അതിലൊരു സിംഗിൾ എലമെൻ്ററി ഔട്ട്കം ആണ് നമുക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അതിനാണ് എന്ത് പറയുന്നത്, സിമ്പിൾ ഈവൻ്റ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. വെൻ എ ഡൈ ഈസ് ത്രോൺ ഗെറ്റിംഗ് 2 ഈസ് എ സിമ്പിൾ ഈവൻറ്റ്. ഒരു നമ്മൾ ഡൈസ് ത്രോ ചെയ്യാണ്, അതിൽ നമുക്ക് 2 കിട്ടി. 2 കിട്ടണമെങ്കിൽ ആ 2 എന്താണ്, ഈസ് ആൻ സിമ്പിൾ ഈവൻറ്റ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് കോമ്പൗണ്ട് ഈവൻറ്റ്? ദ ജോയിൻറ്റ് ഒക്കറൻസ് ഓഫ് 2 or more സിമ്പിൾ ഈവൻറ്റ് ഈസ് കോൾഡ് എ കോമ്പൗണ്ട് ഈവൻറ്റ്. എന്താ പറഞ്ഞിട്ടുള്ളത്? രണ്ടിൽ കൂടുതൽ ഔട്ട്കംസ് കിട്ടുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, നമ്മൾ കോമ്പൗണ്ട് ഈവൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത് വെൻ എ ഡൈ ഈസ് ത്രോൺ ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ ഈസ് എ കോമ്പൗണ്ട് ഈവൻറ്റ് ബിക്കോസ് ഈവൻ നമ്പേഴ്സ് ക്യാൻ ബി 2, 4, 6 അല്ലേ. ഒരു ഡൈസിൽ 2, 4, 6 എന്താണ്, ഈവൻ നമ്പറുകളാണ്. അപ്പോൾ അത് ഈവൻ നമ്പറുകളാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം, കോമ്പൗണ്ട് ഈവൻ്റ് എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത് പഠിക്കാനുള്ളത് ഷുവർ ഈവൻറ്റ്സ് ആണ്. ഷുവർ ഈവൻറ്റ്സ്. ആൻ ഈവൻറ്റ് ഹൂസ് ഒക്കറൻസ് ഈസ് ഇൻഎവിറ്റബിൾ ഈസ് കോൾഡ് എ സർട്ടൻ ഈവൻറ്റ്. അതായത് ഈവൻറ്റ് കൃത്യമായിട്ട് നമുക്ക് നിർവചിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, ഷുവർ ഈവൻറ്റ്സ് എന്ന് പറയുന്നത്. അവിടെ ഏത് ഈവൻ്റാണ് നടക്കാൻ സാധ്യതയുള്ളത് നമുക്ക് കൃത്യമായിട്ട് ധാരണയോടെ പറയാൻ പറ്റും. അതിനെയാണ് ഷുവർ ഈവൻറ്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത് ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ ഫ്രോം ദ ബാഗ് കണ്ടെയ്നിങ് ഓൾ വൈറ്റ് ബോൾസ് ഈസ് എ ഷുവർ ഈവൻറ്റ്. ഒരു 8 or 10 വൈറ്റ് ബോളുകൾ ഇട്ടിട്ടുള്ളൊരു ബോക്സ്, അതിൽ നിന്നും ഒരു ബോൾ എടുക്കുകയാണ്. ആ ബോൾ എടുക്കുമ്പോൾ നമ്മളെ കണ്ടീഷൻ എന്താണ്, വൈറ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ 8-10 ബോളിൽ നിന്നൊരു ബോൾ എടുക്കുമ്പം ബാഗിലെ എല്ലാ ബോളുകളും വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ബോൾ എന്തായിരിക്കും, തീർച്ചയായിട്ടും എന്തായിരിക്കും, വൈറ്റ് തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ അത്തരം ഈവൻറ്റുകളാണ് എന്ന് പറയുന്നത് ഷുവർ ഈവൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് പറയുന്നത് ഇമ്പോസിബിൾ ഈവൻ്റ് ആണ്. ഇമ്പോസിബിൾ ഈവൻറ്റ് അല്ലെങ്കിൽ എംപ്റ്റി സെറ്റ് എന്ന് പറയും. എന്താണത്? ഇഫ് ആൻ ഈവൻറ്റ് കനോട്ട് ഒക്കർ, ഒരു ഈവൻറ്റ് സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ when the random experience is conducted then that event is an impossible event. ഇമ്പോസിബിൾ എന്നത് നടക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ റാൻഡം എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്തു, അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഈവൻറ്റ് നടന്നിട്ടില്ലെങ്കിൽ അത്തരം ഈവൻറ്റുകളെയാണ് എന്ത് പറയുന്നത്, ഇമ്പോസിബിൾ ഈവൻറ്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത് ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ ഫ്രം എ ബാഗ് കണ്ടെയ്നിങ് ഓൾ ബ്ലാക്ക് ബോൾ ഈസ് ആൻ ഇമ്പോസിബിൾ ഈവൻറ്റ്. അപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഒരു ബോക്സിൽ നമ്മൾ കുറച്ച് ബോളുകൾ ഇട്ടിട്ടുണ്ട്, മുഴുവൻ ബ്ലാക്ക് ബോൾസാണ്. അപ്പോൾ നമ്മൾ കണ്ടീഷൻ എന്താ പറയുന്നത്, ഈ ബോക്സിൽ നിന്ന് എടുക്കുന്ന ഒരു ബോൾ എന്തായിരിക്കണം, വൈറ്റ് ആയിരിക്കണം എന്ന് പറയുകയാണ്. ഒരിക്കലും നടക്കില്ല അല്ലേ, കാരണം എന്താണ്, ബോക്സിൽ മുഴുവനും ബ്ലാക്ക് ബോളുകളാണ്. അപ്പോൾ അതിൽ നിന്ന് വൈറ്റ് ബോൾ എടുക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. അപ്പോൾ അത് അത്രയും ഈവൻറ്റുകളാണ് എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ഈവൻ്റ് എന്ന്
പറയുന്നത്. ഓക്കെ, ആൻ എംപ്റ്റി സെറ്റ് ക്യാൻ ബി ഡിനോട്ടഡ് ബൈ, അവിടെ ചിഹ്നം തന്നിട്ടുണ്ട്, ഇങ്ങനെയാണ് നമ്മൾ എംപ്റ്റി സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. അടുത്ത ഇവൻ്റാണ്, പ്രധാനപ്പെട്ട ഇവൻ്റാണ് അൺസർട്ടൈൻ ഈവൻറ്റ്സ്. അൺസർട്ടൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നിശ്ചയമില്ല എന്നുള്ളതാണ് അല്ലേ. ആൻ ഇവൻ്റ് ഈസ് സെറ്റ് ടു ബി അൺസർട്ടൈൻ ഇഫ് ഇറ്റ്സ് ഹാപ്പനിങ് ഈസ് നെയ്തർ ഷുവർ നോർ ഇമ്പോസിബിൾ. അപ്പോൾ ഈ ഒരു ഈവൻ്റ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? അൺസർട്ടൈൻ ആണ്, നമുക്ക് കൃത്യത ഉണ്ടായിരിക്കില്ല അല്ലേ. ഇതൊന്നെങ്കിൽ ഷുവർ ഇവൻ്റ് ആണ്, അല്ലെങ്കിൽ ഇമ്പോസിബിൾ ഇവൻ്റ് ആണ്. ദാറ്റ് ഈസ് ദ ഹാപ്പനിങ് ഓഫ് ആൻ അൺസർട്ടൈൻ ഇവൻറ്റ് കനോട്ട് ബി പ്രഡിക്റ്റഡ്. അപ്പോൾ ഈ അൺസർട്ടൈൻ ഇവൻ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മുൻകൂട്ടി നിർവചിക്കാൻ പറ്റില്ല. എന്ത് ഇവൻ്റാണ് മുൻകൂട്ടി നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്ത് ഇവൻ്റാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ അൺസർട്ടൈൻ ഇവൻറ്റ്സിൽ. അപ്പോൾ അതിനുള്ളൊരു എക്സാമ്പിളാണ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ്. ഒരു ബോക്സ്, അതിൽ നമ്മൾ വൈറ്റ് ബോളും ബ്ലാക്ക് ബോളും മിക്സ് ചെയ്തിട്ടു. അതിൽ നിന്നൊരു ബോൾ എടുക്കുന്ന സമയത്ത് നമ്മൾ കണ്ടീഷൻ അത് വൈറ്റ് ബോൾ ആയിരിക്കണമെന്നാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഈവൻറ്റ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും? ഇല്ല, കാരണം അതിൽ ബ്ലാക്ക് ബോൾസും ഉണ്ട് വൈറ്റ് ബോൾസും ഉണ്ട്. അപ്പോൾ ഏത് വൈറ്റ് ബോളാണ് നമ്മൾ എടുക്കേണ്ട കണ്ടീഷനെങ്കിൽ കൂടി നമ്മൾ അതിൽ നിന്ന് എടുക്കുന്ന ബോൾ ഒന്നുകിൽ എന്തായിരിക്കാം, വൈറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ബ്ലാക്ക് ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പർട്ടിക്കുലർ ഈവൻ്റ് എന്താണ്, അൺസർട്ടൈൻ ആണ് അല്ലേ. അപ്പോൾ അത്തരം ഈവൻറ്റുകളാണ് നമ്മളെന്ത് പറയുന്നത്, അൺസർട്ടൈൻ ഈവൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻറ്റ്സ് ആണ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻറ്റ്സ്. എ സെറ്റ് ഓഫ് ഈവൻറ്റ്സ് ആർ സെറ്റ് ടു ബി മ്യൂച്വലി എക്സ്ക്ലൂസീവ് if the occurrence of one of them excludes or prevents the possibility of the occurrence of the others. എന്താണ് പറഞ്ഞിട്ടുള്ളത്? എ സെറ്റ് ഓഫ് ഈവൻറ്റ്സ് അല്ലേ, ഒരു സെറ്റ് ഓഫ് ഈവൻറ്റ്സ് എപ്പോഴാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെന്ന് പറയുക? ഇഫ് ദ ഒക്കുറൻസ് ഓഫ് വൺ ഓഫ് ദം, അതായത് ആ ഒരു ഈവൻറ്റ് നടക്കുന്ന സമയത്ത് ഒന്നിൻ്റെ ഒക്കുറൻസ് അല്ലേ, ഒന്ന് സംഭവിക്കുന്ന സമയത്ത് ഒക്കുറൻസ് ഓഫ് വൺ ഓഫ് ദം എക്സ്ക്ലൂഡ്സ് ഒഴിവാക്കുന്നുണ്ടല്ലേ, ഓർ പ്രിവെൻറ്റ് തടയുന്നുണ്ട്. എന്തിനാണ്? ദ പോസിബിലിറ്റി ഓഫ് ദ ഒക്കുറൻസ് ഓഫ് ദ അതർ, അതായത് ഒന്നിൻ്റെ ഹാപ്പനിങ് മറ്റൊന്നിന് എന്ത് ചെയ്യുന്നുണ്ട്, പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻറ്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇവിടെ നോക്കാം. ഗെറ്റിംഗ് ഹെഡ് ആൻഡ് ഗെറ്റിംഗ് ടൈൽ വെൻ എ കോയിൻ ടോസ്ഡ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. കണ്ടപ്പോൾ നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുകയാണ്. ആ കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് ഹെഡ് നമുക്ക് കിട്ടി, ഔട്ട്കമായിട്ട് ഹെഡ് കിട്ടി. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓട്ടോമാറ്റിക്കലി ടൈലിനെ അവിടെ എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട്, പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇത്തരം ഇവൻറ്റുകളാണ് എന്ത് ചെയ്യുന്നത്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ സെയിം കോയിൻ ഒന്നുകൂടി ടോസ് ചെയ്യുന്ന സമയത്ത് ടൈല് കിട്ടി, അങ്ങനെയാണെങ്കിൽ ടൈലാണ് നമ്മൾ ഔട്ട്കം, ഹെഡിനെ നമ്മൾ എന്ത് ചെയ്യും, എക്സ്ക്ലൂഡ് ചെയ്യും, ഒഴിവാക്കും. ഇതാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്. ഇവിടെ ഒരു പിക്ചറൊക്കെ തന്നിട്ടുണ്ട്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻറ്റ്സിൻ്റെ പിക്ചറൈസ്ഡ് റെപ്രസെൻറ്റേഷനാണ്. സെറ്റൊക്കെ ആക്കിയിട്ട് ഒരു ബോക്സിൻ്റെ യൂണിവേഴ്സലുണ്ട്. എയും ബിയും രണ്ട് ഇവൻ്റ് ആണെങ്കിൽ ഇഫ് എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ദെൻ എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു നൾ സെറ്റ് ആണ്. ദാറ്റ് ഈസ് ദ ടു സെറ്റ്സ് ആർ ഡിസ്ജോയിൻ്റ് ആണ്, പരസ്പരം ബന്ധമില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ല? ഒന്നിൻ്റെ ഹാപ്പനിങ് മറ്റൊന്നിനെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു നൾ സെറ്റാണ് വരുന്നത്. അതാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എക്സ്ഹോസ്റ്റീവ് ഈവൻറ്റ്സ് ആണ്. എ ഗ്രൂപ്പ് ഓഫ് ഈവൻറ്റ്സ് ഈസ് സെറ്റ് ടു ബി എക്സ്ഹോസ്റ്റീവ് when it includes all possible outcomes of the random experiment under consideration. ഈ ഒരു കേസിൽ, എക്സോസ്റ്റീവ് ഇവൻറ്റ്സിൻ്റെ കേസിൽ, ആ റാൻഡം എക്സ്പെരിമെൻറ്റ് നമ്മൾ നടത്തുന്ന സമയത്ത് എല്ലാ പോസിബിൾ ഔട്ട്കംസിനെയും നമ്മൾ എന്ത് ചെയ്യും, കൺസിഡർ ചെയ്യും. ആ ഒരു പഠനത്തിലേക്ക് എല്ലാ ഔട്ട്കംസിനെയും കൺസിഡർ ചെയ്യുന്നതിനാണ് നമ്മൾ എക്സോസ്റ്റീവ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. That is, if a set of events are exhaustive, at least one of them will happen in any trial of the random experiment. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, ആ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ് നടത്തുന്ന സമയത്ത്
ഏതെങ്കിലും ഒരു റിസൾട്ട് എന്തായാലും സംഭവിക്കുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഡൈസ് ത്രോ ചെയ്യുകയാണെങ്കിൽ 1 to 6 വരെ എന്താണ് എക്സോസ്റ്റീവ് ഇവൻറ്റുകളാണ്. നമുക്കറിയാം ആ ഡൈസ് ത്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് നിർബന്ധമായിട്ടും ഔട്ട്കം ആയിട്ട് വരും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പം അതാണ് എക്സോസ്റ്റീവ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. റാൻഡം എക്സ്പെരിമെൻറ്റിലെ എല്ലാ ഔട്ട്കംസിനെയും എന്ത് ചെയ്യും, കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പം കൺസിഡർ ചെയ്യുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഒരു ഔട്ട്കമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പോസിബിളായിട്ട് അത് നടക്കുമെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് പ്രധാനപ്പെട്ടതാണ് ഇൻഡിപെൻഡൻറ്റ് ഈവൻറ്റ്സ്. ഇതെന്താ പറയുന്നത്? 2 or more events are said to be independent if the occurrence of one of them in no way affect the occurrence of the other or the others. അതായത് 2 or more events are said to be independent. രണ്ടിൽ കൂടുതൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഈവൻറ്റുകൾ അതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഒക്കുറൻസ് നോ വേ എഫക്ട് ദ ഒക്കുറൻസ് ഓഫ് ദ അതർ. ഒന്നിൻ്റെ സംഭവം എന്ത് ചെയ്യുന്നില്ല, മറ്റൊന്നിനെ ഒരു തരത്തിലും എന്ത് ചെയ്യുന്നില്ല, ബാധിക്കുന്നില്ല. ഇത്തരം ഈവൻറ്റുകളാണ് ഇൻഡിപെൻഡൻറ്റ് ഈവൻറ്റ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? രണ്ടോ അതിൽ കൂടുതലോ ഈവൻറ്റുകൾ തമ്മിൽ സംഭവിക്കുന്ന സമയത്ത് ഒന്നിൻ്റെ ഹാപ്പനിങ് മറ്റൊന്നിനെ എന്ത് ചെയ്യുന്നില്ല, ഒരു രീതിയിലും എഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇൻഡിപെൻഡൻറ്റ് ഈവൻറ്റ്സ് ആയി എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഇൻ ദ ടോസിങ് ഓഫ് എ കോയിൻ ട്വൈസ്. ഒരു കോയിന് 2 പ്രാവശ്യം ടോസ് ചെയ്യാണ്. ദ റിസൾട്ട് ഓഫ് ദ സെക്കൻഡ് ടോസിങ് ഈസ് നോട്ട് എഫക്റ്റഡ് ബൈ ദ റിസൾട്ട് ഓഫ് ദ ഫസ്റ്റ് ടോസ്. അപ്പോൾ ഈ ഒരു കോയിൻ 2 പ്രാവശ്യം ടോസ് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടും, രണ്ടാമത് ടോസ് ചെയ്യുമ്പോൾ വേറെയും റിസൾട്ട് കിട്ടും. പക്ഷേ ഈ രണ്ടാമത് കിട്ടിയ റിസൾട്ട് എന്തിനെ ബാധിക്കുന്നില്ല, ആദ്യം കിട്ടിയ റിസൾട്ടിനെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. ഇത്തരം ഈവൻറ്റുകളാണ് ഇൻഡിപെൻഡൻറ്റ് ഈവൻറ്റ്സ് എന്ന് പറയുന്നത്. അടുത്ത് പറഞ്ഞ അടുത്തത് ഡിപ്പെൻഡൻറ്റ് ഈവൻറ്റ്സ് ആണ്. 2 or more events are said to be dependent if the happening of one of them affects the happening of others. അതായത് 2 അതിൽ കൂടുതലോ ഈവൻറ്റ് ഡിപ്പെൻഡൻ്റ് ആണെന്ന് എപ്പോഴാണ് പറയാം, ഒന്നിൻ്റെ സംഭവ വികാസം മറ്റൊന്നിനെ എന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യും. അത്തരം ഇവൻറ്റുകളെയാണ് എന്ത് പറയുന്നത്, ഡിപ്പെൻഡൻറ്റ് ഈവൻറ്റ്സ് എന്ന് പറയുന്നത്. ഇൻ ദ കേസ് ഓഫ് ഡിപ്പെൻഡൻറ്റ് ഈവൻറ്റ്സ് the chance of one event depends on the happening of the other event. അപ്പോൾ ഒന്നിൻ്റെ ഹാപ്പനിങ് മറ്റൊന്നിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത്തരം ഈവൻറ്റുകളെയാണ് എന്ത് പറയുന്നത്, ഡിപ്പെൻഡൻറ്റ് ഈവൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ.